ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മിസ്ഡ് അബോർഷൻ അല്ലെങ്കിൽ മിസ്ഡ് മിസ്കാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയുള്ള കണ്ടീഷനാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്, എങ്ങനെയാണ് അറിയുന്നത്, അതുപോലെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കും സംഭവിച്ചിട്ടുള്ളതാണ് ഈ മിസ്ഡ് അബോർഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം മിസ്ഡ് അബോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. ഇനി പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരാണെങ്കിലും എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് നമ്മൾ നോർമലി ഒരു 28 ഡേയ്സ് ഓവുലേഷൻ, അതായത് പീരീഡ് സൈക്കിളുള്ള 28 സൈക്കിളുള്ള ഒരാൾക്ക് മിക്കവാറും 14th ഡേയിലായിരിക്കും ഓവുലേഷൻ നടക്കുക. അങ്ങനെ 14th ഡേ ഓവുലേഷൻ നടക്കുന്ന ഒരാൾ ഇപ്പോൾ വിൻ്റർ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 to 4 ഡേയ്സ് കൊണ്ട് ഈ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് നമ്മുടെ യൂട്രസിലേക്ക് എത്തുന്നതാണ്. ഒരു 6 to 12 ഡേയ്സിന് ശേഷം അത് ഇംപ്ലാന്റേഷൻ, അതായത് യൂട്രസിൽ പറ്റിപ്പിടിച്ച് വളരുന്നതാണ്. യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്ത ശേഷം നമ്മുടെ പ്രഗ്നൻസി ഹോർമോണായിട്ടുള്ള ബീറ്റ HCG ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഓരോ സിംറ്റംസ്, പ്രഗ്നൻസി സിംറ്റംസ് ആയിട്ടുള്ള വൊമിറ്റിങ്, അല്ലെങ്കിൽ ക്ഷീണം, പെട്ടെന്ന് എപ്പോഴും യൂറിനേറ്റ് ചെയ്യാൻ തോന്നുക, ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യുക, അങ്ങനെ പ്രഗ്നൻസി സംബന്ധമായിട്ടുണ്ടാകുന്ന സിംറ്റംസ് ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മളിൽ കാണാൻ തുടങ്ങുന്നത്. അപ്പം ഇങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 4th വീക്കൊക്കെ ആകുമ്പോൾ നമുക്ക് നോർമലി, ഞാൻ 28 ഡേയ്സ് സൈക്കിളിലുള്ള ഒരാളുടെ കാര്യമാണ് പറയുന്നത്. അപ്പം 4th വീക്കൊക്കെ ആകുമ്പോൾ നമുക്ക് നോർമലി പീരീഡ്സ് മിസ്സാവും. അതിപ്പോൾ 4th വീക്കിൽ നമുക്ക് സ്കാൻ ചെയ്താൽ കാണാൻ പറ്റുന്നതാണ് ജസ്റ്റേഷണൽ സാക്ക് കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് വീക്ക് ഒരു ആഴ്ച കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് യോഗ് സാക്ക്, പിന്നെ അതിൻ്റെ അടുത്ത വീക്കാകുമ്പോൾ ഫീറ്റൽ കോള്, ഹാർട്ട് ബീറ്റ് എല്ലാം നോർമലി ഒരു ഗ്രോത്ത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രോത്ത് പോകുന്നത്. അപ്പം ആ ആഴ്ചയാകുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റും കിട്ടും. ഇനി ചില ആളുകളിൽ, എല്ലാ ആളുകളിലും ഹാർട്ട് ബീറ്റ് ഇപ്പം ആ കറക്റ്റ് 6 to 7 വീക്സിലോ 6 വീക്സിലൊന്നും കിട്ടണമെന്നില്ല. ചിലവർക്ക് 7 വീക്സോ 8 വീക്സോ ഒക്കെ ആവും. ഇനി 7 to 10 വീക്സ് ആയിട്ടും ഹാർട്ട് ബീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നോർമലല്ല, അല്ലെങ്കിൽ അത് ഇനി ഫർദർ ഗ്രോത്ത് അതിൽ നടക്കില്ല എന്നാണ് അർത്ഥം. അപ്പോൾ 6ാമത്തെ ആഴ്ച നടന്നില്ല എന്നുണ്ടെങ്കിൽ, കിട്ടിയില്ല, ഹാർട്ട് ബീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ 1 വീക്കോ 2 വീക്കോ കഴിഞ്ഞിട്ട് സ്കാനിങ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് പറയാറുണ്ട്. കാരണം ചിലവർക്ക്, ഇപ്പോൾ എല്ലാവർക്കും 14th ഡേ ഓവുലേഷൻ നടന്നു അങ്ങനെ ആവണമെന്നില്ല. ഈ ഓവുലേഷൻ ഡിലേ ആവുന്നതനുസരിച്ച് കൺസീവ് ചെയ്യുന്ന ടൈമും മാറും. അതുകൊണ്ടാണ് അതിനെയാണ് ഡിലേഡ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഹാർട്ട് ബീറ്റ് കിട്ടാനും ലേറ്റ് ആവുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്റ്റേജസ് പോകുന്നത്. അപ്പം നമുക്കിപ്പോൾ എനിക്കുണ്ടായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ പ്രഗ്നൻസി അതിന് മുമ്പത്തെ മാസം അല്ലാതെ എനിക്കൊരു 30 ഡേയ്സ് സൈക്കിളൊക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുമ്പത്തെ മാസം എനിക്കൊരു 45 ഡേയ്സ്, ഞാനിവിടെ അല്ലായിരുന്നു, പുറത്തായിരുന്നു, ഖത്തറിലായിരുന്ന ടൈമിലാണ്. അപ്പം അവിടുത്തെ ക്ലൈമറ്റും അപ്പം വ്യത്യാസമുണ്ടല്ലോ, നമ്മളിവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ ക്ലൈമറ്റും ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് നെക്സ്റ്റ് മന്തായിരുന്നു. അപ്പോൾ എനിക്കൊരു 45 ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പീരീഡ്സ് ആയത്. എന്നാൽ ആ ടൈമിൽ എനിക്കിതുപോലെ വൊമിറ്റിംഗ് ടെൻഡൻസി അങ്ങനെയൊക്കെ പലതും കണ്ടെങ്കിലും നെഗറ്റീവായിരുന്നു, പോസിറ്റീവായിട്ടില്ലായിരുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ. അതിൻ്റെ അടുത്ത മാസമാണ് ഇതുപോലെ. അപ്പോൾ ആ ടൈമിൽ 45 ഡേയ്സ് വന്നതുകൊണ്ട് നെക്സ്റ്റ് മന്തും 45 ഡേയ്സൊക്കെ കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് ചെറിയ സിംറ്റംസ്, വൊമിറ്റിംഗ് ടെൻഡൻസി, അങ്ങനെയുള്ള ക്ഷീണം, അങ്ങനെയൊക്കെയുള്ള ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള സിംറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം 45 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനൊരു 40 to 49 ഡേയ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തത്. അപ്പം പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടിയത്. അതിനുശേഷം ഞാൻ ഡോക്ടറെ കണ്ടു, ടെസ്റ്റ് ചെയ്തു. അപ്പം ഡോക്ടർ ഇത് കഴിഞ്ഞപ്പം 1 വീക്ക് കഴിഞ്ഞപ്പോൾ സ്കാനിങ്ങിന് വരണം എന്ന് പറഞ്ഞിട്ട് സ്കാനിങ് എഴുതി തന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പുറത്തേക്ക് പോയപ്പം, ഞാൻ ബസ്സിൽ യാത്ര ചെയ്ത സമയത്ത് ബസ്സൊന്ന് മുമ്പോട്ടും പുറകേക്കും എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്കെന്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്പോട്ടിങ് പോലെ ചെറിയ രീതിയിൽ ബ്ലീഡിങ്, ലൈറ്റായിട്ട് ഇങ്ങനൊരു ബ്ലീഡിങ് പോലെ വന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ നോർമലി പുറത്തൂടെ സ്കാൻ ചെയ്തിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ട്രാൻസ്വജൈനൽ സ്കാൻ ചെയ്തു കഴിയുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഒരു 6th വീക്ക് ആയപ്പം എനിക്ക് സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, വളരുന്നുണ്ട്, പക്ഷെ വളരെ മൈന്യൂട്ടാണ്. മുമ്പൊക്കെ എനിക്ക് ഫസ്റ്റ് ഡെലിവറിയൊക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ അങ്ങനെ ട്രാൻസ്വജൈനൽ ചെയ്തിട്ട് വന്നിട്ടില്ല, പുറത്തൂടെ തന്നെ ചെയ്തപ്പം നമുക്ക് കുഞ്ഞിനെ കാണാനായിട്ട് പറ്റുമായിരുന്നു സ്കാനിങ്ങിൽ. പക്ഷേ ഇത്
ഗംഭീര ഫോം ചെയ്തതോ അങ്ങനെയൊന്നും ശരിക്കും കാണാൻ പറ്റില്ല. അപ്പോൾ ട്രാൻസ്വജൈനൽ ചെയ്തപ്പം പ്രഗ്നൻസി ഉണ്ട്, പക്ഷേ ഹാർട്ട് ബീറ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പം ഡോക്ടർ ഒരു 8 വീക്സ് ആയപ്പോഴത്തേക്കും എന്നോട് സ്കാനിങ് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 8 വീക്സ് ആയപ്പോൾ ഞാൻ സ്കാനിങ് റിപ്പീറ്റ് ചെയ്തു. അപ്പോഴും ട്രാൻസ്വജൈനൽ തന്നെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ട്, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ട്, പക്ഷേ വളരെ പെട്ടെന്ന് വിസിബിൾ ആവാത്ത വളരെ മൈന്യൂട്ടായിട്ടുള്ള സൈസ് വളരെ ചെറുതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞു ഹാർട്ട് ബീറ്റ് ഉണ്ടല്ലോ എന്നുള്ളതിൽ അപ്പം ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എനിക്ക് തിരിച്ച് വരാനുള്ള ടൈമായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾക്ക് യാത്ര ചെയ്യാം, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലീഡിങ് വന്നപ്പോൾ എനിക്ക് സപ്പോർട്ടിങ് ടാബ്ലറ്റ് ഡോക്ടർ തന്നായിരുന്നു. അപ്പോൾ അത് കഴിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബ്ലീഡിങ് സ്റ്റോപ്പായി. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ ഫസ്റ്റ് പ്രഗ്നൻസി അപേക്ഷിച്ച് ഈ പ്രഗ്നൻസിക്ക് വോമിറ്റിംഗ് ഉണ്ട്, പക്ഷേ വലുതായിട്ടില്ല, വളരെ കുറഞ്ഞ രീതിയിലേ ഉള്ളൂ. അങ്ങനെ ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വന്ന ആ ദിവസം തന്നെ എനിക്ക് പെട്ടെന്ന് ഈ പ്രഗ്നൻസി സിംറ്റംസ്, അതായത് വോമിറ്റിംഗ് ആണ് നമുക്ക് മെയിനായിട്ട് നിൽക്കുന്നത്, ആ ഒരു സിംറ്റം പെട്ടെന്ന് ഇല്ലാണ്ടായ പോലെ തോന്നി. പിന്നെ ഫുഡ് കഴിക്കാനൊന്നും പ്രശ്നമില്ല, അസിഡിറ്റി പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. പെട്ടെന്ന് ഈ സിംറ്റംസൊക്കെ അങ്ങ് മാറി. പ്രഗ്നൻസി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും നമുക്കുണ്ടാകും. അപ്പം നമ്മൾ ഇനിയിപ്പം ഇങ്ങനെ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാനത് വലിയ പ്രശ്നമില്ലാതെ വോമിറ്റിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് ഫുഡ് കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ എന്നിട്ടും പിന്നെ എനിക്ക് എവിടെയോ ഒരു സംശയം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ 3 മന്ത് ഡോക്ടർ ഇവിടെ വന്നിട്ട് ഡോക്ടറെ കണ്ടെങ്കിലും ഡോക്ടർ പറഞ്ഞ് 3 മന്ത് സ്കാനിങ്ങിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3 മാസമായപ്പോൾ ഞാൻ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ പറയുന്നത് ഹാർട്ട് ബീറ്റ് ഇല്ല കുഞ്ഞ്. അപ്പോൾ ആ ഒരു 8 വീക്സ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ 2 ദിവസം അങ്ങനെ കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് ആയതാണ്, പിന്നീട് വളർന്നിട്ടില്ല. അപ്പോൾ ആ ടൈമിൽ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അവർ മിസ്ഡ് അബോർഷൻ എന്ന് പറഞ്ഞാണ് നമുക്ക് ഡോക്ടർ എഴുതി തന്നത്. പക്ഷേ എനിക്കപ്പം നമ്മൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നടക്കാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം സ്കാനിങ്ങിന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാണോ എന്നൊക്കെ ഞാൻ ഓർത്തു. പക്ഷേ അവരത്രയും കറക്റ്റായിട്ട് പറയുമ്പോൾ നമുക്ക് പിന്നെ അതിലൊന്നും പറയാനില്ലല്ലോ. ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതിന് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് DNC ചെയ്ത് കളയാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഉടനെ തന്നെ DNCക്ക് എഴുതി. അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് DNC ചെയ്യേണ്ടി വന്നു. പിന്നെ എൻ്റെ ഒരു ബ്ലീഡിങ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ചയിൽ കൂടുതൽ, 1 മാസത്തിനോടടുക്കം വരെയും ബ്ലീഡിങ്, ഭയങ്കര 2 ആഴ്ച നല്ല അത്യാവശ്യം ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കളർ ചേഞ്ച് മാറി ഒരു ഓറഞ്ച് പോലത്തെ ഷെയ്ഡ് അങ്ങനെയൊക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടർ അങ്ങനെ നിൽക്കാത്തത് കൊണ്ടും പിന്നെ നമുക്ക് അറിയേണ്ടതുള്ളതുകൊണ്ടും പിന്നീട് ഒരു സ്കാനിങ് കൂടെ എഴുതി തന്നായിരുന്നു. അതെല്ലാം ക്ലിയറായി, നമ്മുടെ അകത്തുനിന്ന് ഫുള്ള് അതെല്ലാം യൂട്രസ് കംപ്ലീറ്റ് ക്ലിയറായി. ഇതിൻ്റെ ബാക്കിയൊന്നും അവശിഷ്ടങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അറിയാനും കൂടെ വേണ്ടിയിട്ട് സ്കാനിങ് തന്നു. പിന്നെ സ്കാൻ ചെയ്തു. അപ്പോൾ കുഴപ്പമില്ല, എല്ലാം ക്ലിയറായി എന്നാണ് പറഞ്ഞത്. അപ്പം മിസ്ഡ് അബോർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അബോർഷൻ എന്ന് കേൾക്കുമ്പം പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഭയങ്കര വയറുവേദനയും അതുപോലെ ബ്ലീഡിങ്ങും ഒക്കെയാണ്. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ തുടക്കത്തിലുണ്ടായിരുന്ന ബ്ലീഡിങ് ഡോക്ടറെ കണ്ട് അപ്പം ഡോക്ടർ ടാബ്ലറ്റ് വന്നതോടുകൂടി അത് സ്റ്റോപ്പായി. പിന്നെ എനിക്ക് ബ്ലീഡിങ്ങും വന്നിട്ടില്ല, പെയിനും വന്നിട്ടില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. ഇത് ഈ കുഞ്ഞ് വളരുന്നില്ല എന്നുള്ളൊരു കാര്യം ഒന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള, അല്ലെങ്കിൽ കുഞ്ഞ് വളരുന്നുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ദിവസങ്ങൾ കടന്നു പോകുന്നത്. അവസാനം ആ സ്കാനിങ്ങിൻ്റെ ഡേറ്റിൽ എത്തിയപ്പോഴാണ് നമ്മളിത് തിരിച്ചറിയുന്നത് എന്താണ്, കുഞ്ഞ് വളരുന്നില്ല, ഹാർട്ട് ബീറ്റ് നിന്ന് ഗ്രോത്ത് അവിടെ വെച്ച് സ്റ്റോപ്പായി പോയിരിക്കാം. റീസൺ ചോദിക്കുമ്പം ഡോക്ടേഴ്സ് പലതും പറയും. പക്ഷേ ഒരു ജനറ്റിക് അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റി ആണ് ഇതിൻ്റെ മെയിൻ റീസൺ. അതുകൊണ്ട് നല്ല രീതിയിലല്ല ഭ്രൂണം ഫോം ചെയ്തിരിക്കുന്നത്, ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഭ്രൂണം അല്ല ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ അത് അബോർഷൻ ആയി തന്നെ പോകും. അത് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ഇനി വളരാനായിട്ട് സാധിക്കത്തില്ല. അതിൻ്റെ ആ കുറവുകൾ മൂലം അത് നല്ല രീതിയിൽ വളരില്ല, അത് സ്റ്റോപ്പായി പോവുകയും ചെയ്യും. അതാണ് ഹാർട്ട് ബീറ്റ് ഇല്ലാതാവുന്നതിൻ്റെ കാരണം. അങ്ങനെ അതാണ് മിസ്ഡ് അബോർഷൻ എന്നുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും പല ചിലർക്ക് സിംറ്റംസ് ഇല്ലാതെയും മിസ്ഡ് അബോർഷൻ വരും. അതായത് നമ്മളൊന്നും അറിയത്തില്ല നമ്മുടെ സിംറ്റം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനിയുള്ള ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വോമിറ്റിങ്ങും പലതരത്തിലുള്ള പ്രഗ്നൻസി സിംറ്റംസ് ഉണ്ടായത് നല്ലത് തന്നെയാണ്, ഒരു ഹെൽത്തി പ്രഗ്നൻസിയുടെ ലക്ഷണമാണത്. നിങ്ങൾക്ക് അതൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പായി പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ നിങ്ങളതൊന്ന് ശ്രദ്ധയിൽ പെടുത്തേണ്ടതാണ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് ഈ പറയുന്ന ഹോർമോൺസ് താഴേക്ക് പോകുമ്പോഴായിരിക്കും ഇങ്ങനെ നമുക്ക് ഈ സിംറ്റംസൊക്കെ സ്റ്റോപ്പായി പോകുന്നു പെട്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഓവമാണെങ്കിലും, അതായത് അണ്ടമാണെങ്കിലും സ്പേമാണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലേ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫീറ്റസ് ഫോം ചെയ്യുള്ളൂ. അപ്പം നിങ്ങളുടെ ഡയറ്റ് ആണെങ്കിലും ഫുഡാണെങ്കിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.
നല്ല ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാം. ഇതൊക്കെയാണ് നമുക്കൊരു ഹെൽത്തി പ്രഗ്നൻസിക്ക് വേണ്ടി ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.